നവകേരള രക്ഷാപ്രവർത്തന മർദ്ദന കേസിലെ പ്രതികളുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. പ്രതികൾ പുറത്തേക്ക് വരികയാണ്. തത്സമയ ദൃശ്യങ്ങൾ. നവകേരള രക്ഷാപ്രവർത്തന മർദ്ദന കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. പ്രതികൾ ഇതാ പുറത്തേക്ക് വരികയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആലപ്പുഴയിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദിച്ച പ്രതികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികട. സുധീഷ്, ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു. മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? മറ്റു വിവരങ്ങളും? ചോദ്യം ചെയ്യൽ തുടരും എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഈ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്കിറങ്ങി അനിൽകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ SITക്ക് മുന്നിൽ ഹാജരാവാൻ 10 മണിക്ക് തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസ് ജാമ്യം നൽകിയപ്പോൾ തന്നെ 11-ാം തീയതി മുതൽ 3 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിന് സഹകരിക്കണമെന്ന നിർദ്ദേശം സെഷൻസ് കോടതി നൽകിയിരുന്നു. അതനുസരിച്ചാണ് ഇന്ന് രാവിലെ തന്നെ 5 പ്രതികളും എത്തിച്ചേർന്നത്. ഇത് നമുക്കറിയാം 2023 ഡിസംബർ 15-നാണ് കേസിനാസ്പദമായി സംഭവം ഉണ്ടാകുന്നത്. നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധിച്ചു വന്ന കേസിനാസ്പദമായി സംഭവം ഉണ്ടാകുന്ന നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധിച്ചു വന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് പുനരന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ട SITക്ക് മുമ്പിൽ ഇന്ന് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. ഇന്ന് അഭിഭാഷകനൊപ്പമാണ് ഇവർ ചോദ്യം ചെയ്യലിന് വന്നത്. വൈകിട്ടും അഭിഭാഷകനൊപ്പമാണ് ഇവർ മടങ്ങുകയും ചെയ്തത്. നാളെ രാവിലെ 10 മണിക്കും ചോദ്യം ചെയ്യലിന് എത്തും എന്നതാണ് പ്രതികളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളത്. KP. ശരി, നവകേരള രക്ഷാപ്രവർത്തന മർദ്ദന കേസിലെ പ്രതികളുടെ ഇന്നത്തെ ചോദ്യം ചെയ്യലാണ് പൂർത്തിയായി കഴിഞ്ഞത്. പ്രതികൾ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും 10 മണിക്ക് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.